വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വെബ് ലിങ്കോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്പ് ഉപയോഗിച്ചും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം വാട്ടർ ബോട്ടിൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ വാട്ടർ ബോട്ടിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കസ്റ്റമൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഡിസൈൻ ചെയ്യാൻ നമുക്കൊരു സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി കിട്ടും. അതിനകത്ത് നമ്മൾ 3 ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോട്ടോ അവിടെ ക്ലിക്ക് ചെയ്യുക, നമ്മൾ ബ്രൗസ് ചെയ്ത് നമ്മുടെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കിടക്കുന്ന ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഫോട്ടോ നമ്മുടെ അതിലേക്ക് വരുന്നതായിരിക്കും. നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ അതേപോലെ ആ ഒരു ക്ലിക്ക് ചെയ്ത ഭാഗത്തേക്ക് ഫോട്ടോ വരും. ഫോട്ടോ ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ 3 ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. വ്യത്യസ്തമായ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഏത് ഫോട്ടോ വേണമെങ്കിലും അപ്ലോഡ് ചെയ്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിൽ നെയിം ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ചെയ്യുക, അതിനകത്ത് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നെയിം ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ബൈ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ പ്രൊഡക്റ്റ് നമ്മുടെ ബൈ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാർട്ടിലേക്ക് ആഡ് ആവും. നമ്മൾ നേരത്തെ എന്തെങ്കിലും ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇത് ആഡായി കിടക്കും. എന്നിട്ട് നമുക്ക് പേയ്മെന്റ് ഒത്തിരി ആയിട്ട് കാണിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ളത് നമ്മൾ ഡിലീറ്റ് കളയണം. അപ്പോൾ അതിനുശേഷം നമുക്ക് വേറെ ഒരു പ്രൊഡക്റ്റ് കൂടെ വേണമെങ്കിൽ നമ്മൾ പിന്നെയും ഹോം പേജിൽ പോവുക. ഹോം പേജ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ സെലക്ട് ചെയ്യുക. നമുക്ക് നെയിം സ്ലിപ്പ് ആണെങ്കിൽ നെയിം സ്ലിപ്പ് സെലക്ട് ചെയ്യുക. നെയിം ടൈപ്പ് കൊടുക്കുക. അതിനുശേഷം അതും ബൈ നൗ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ്. ബൈ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാർട്ടിലേക്ക് ഇത് ആഡായി കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ പ്രൊസീഡ് ചെക്കൗട്ടിൽ ക്ലിക്ക് ചെയ്യുക. അഡ്രസ്സേ കാര്യങ്ങളെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റിൽ പ്ലേസ് ഓർഡർ എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആയി കിട്ടും. നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ഫോണിലാണെങ്കിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ പോയിട്ട് നമുക്ക് ഇത് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും. അതല്ല ഗൾഫിൽ നിന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ UPI ID ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. UPI ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നാട്ടിൽ നിന്ന് UPI വാങ്ങിയിട്ട് ഇവിടെ UPI ID ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് പേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലുള്ള മൊബൈലിലേക്ക് റിക്വസ്റ്റ് ചെയ്യും പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി, ഇത്ര രൂപ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് അന്നേരം അവിടെ നിന്ന് പേയ്മെന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഓർഡർ കൺഫേം ആകും. അല്ലാത്തവർ നമുക്ക് ഇത് സാധിക്കുന്നില്ല, നമ്മുടെ ഗൾഫിൽ ഇരുന്നോട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ പറഞ്ഞാൽ മതി. നമ്മൾ വാട്സപ്പിൽ കൂടെ ഫോട്ടോയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ചെയ്ത് അയക്കുന്നതായിരിക്കും.